അടുപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് കവർ. എന്തിനമ്മ കവറ്? അപ്പോഴേ നമ്മുടെ അവിടെ അരിമുളകും തൈ വെച്ചില്ലേ, അതിൽ ചെറിയ ചെറിയ അരിമുളക് ഉണ്ടാവാൻ തുടങ്ങിട്ടോ. കുഞ്ഞ് അരിമുളകാണ് അത്. പക്ഷേ അല്ലേ ഒന്ന് കടിച്ചു കഴിഞ്ഞാലേ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സാരികൾ, സെറ്റ് മുണ്ടുകളൊക്കെ കൊറിയർ അയച്ചത് എല്ലാവർക്കും കിട്ടി, ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കുറച്ചെങ്കിലും അറിയിക്കേണ്ടതാണ് കേട്ടോ. അവർ തരുന്ന പ്രതികരണങ്ങളില്ലേ, കുറച്ചെങ്കിലും, ഒരുപാടൊന്നുമില്ലെങ്കിൽ. കാരണം അത് ഒരുപാട് സന്തോഷം ചേച്ചി. അയ്യോ ഇത് ഞാനാണല്ലോ. ഹായ് പ്രസി നല്ല പേര്. അപ്പൊ സാരി കിട്ടിട്ടോ, സെറ്റ് മുണ്ടെന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ ഇന്നാണ് കിട്ടിയത്. അടിപൊളിയായിട്ടുണ്ട് തുണിയും, പിന്നെ എന്താ പറയാ, ഞാൻ വിചാരിച്ച പോലെ തന്നെ ഉള്ള ഒരു തുണി, നല്ല സോഫ്റ്റ് ആയിട്ട്. സാധാരണ നമ്മുടെ ഈ സെറ്റ് സാരിയൊക്കെ കുറച്ച് ഹാർഡായിട്ടാണല്ലോ നിൽക്കുക, നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാലല്ലേ അതൊന്ന് ഇതായി പോവാ. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഇതായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ഒരു ഇതും കൂടി ചെയ്യോ, അമ്മമാര് കൊടുക്കണ പോലത്തെ സാരി ഞാൻ ഇന്നലെ കണ്ടിരുന്ന വീഡിയോ. അപ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. ഇവര് മാത്രമല്ല പിന്നെ വാങ്ങാൻ അല്ലെങ്കിൽ വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പോകുന്ന വഴി കറക്റ്റാന്നുള്ളതിന് ഓരോ തെളിവാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ബിന്ദു ചേച്ചി ആദ്യം ഒരു മൂന്ന് ഓർഡർ എടുത്തു. ഇപ്പോഴും അതേപോലെ തന്നെ 3 ഓർഡർ തന്നോട്ടോ നമുക്ക്. കാരണം കൊണ്ടുപോയി കണ്ടപ്പോൾ ഇഷ്ടമായി, നല്ലതാണെന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്ക് ഒരുപാട് അറിവുകളൊന്നുമില്ല, ഉള്ള അറിവ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഉള്ള പരിമിതിക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുമോ എന്നുള്ളത്. നമുക്ക് അതിന് പറ്റണില്ല കേട്ടോ. എന്തായാലും അങ്ങനെ പണികളുടെ ഇടയിൽ കൂടെ, ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കാൻ തന്നെ പറ്റില്ല പറഞ്ഞാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് എത്തണില്ല. പക്ഷെ എന്തായാലും ചെയ്യണം, ചെയ്യാതെ ചെയ്തിട്ടാണ് ശരിക്കും വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ മുല്ലപ്പൂവും സെറ്റ് സാരിയൊക്കെ പ്രസി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അങ്ങനെ കൊടുത്തിട്ടുള്ള വീഡിയോസുകൾ ചെയ്യോ. പ്രസിയുടെ പഴയ ഓണത്തിൻ്റെ വീഡിയോ, ഓണ ഷൂട്ടൊക്കെ കണ്ടപ്പോൾ സാരി പ്രസിക്ക് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതെന്താ അറിയോ, നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നാമത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞാൽ വീഡിയോ എടുക്കുക മാത്രമാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വീഡിയോ എടുക്കാം. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അമ്മ ഉണ്ടാവുകൊണ്ടൊക്കെ കുഴപ്പമില്ല. എന്നാലും എല്ലാ കാര്യങ്ങളും സെയിൽസിൻ്റെ കാര്യങ്ങളും ഓർഡറിൻ്റെ കാര്യങ്ങളും കോൾ എടുക്കലും ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്ന സമയം വളരെ കുറവ് കിട്ടുകയാണ്. അതാണ് ഈ പ്രശ്നം. വേറെ ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം, അതോടെ ഒന്ന് പ്ലേ ചെയ്യും. അയ്യോ ഇതെന്താന്നറിയോ, പകുതി നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞ നാട്ടുന്നവരുട്ടോ. സാരിയും മറ്റു സെറ്റ് മുണ്ടും കിട്ടിയിട്ടോ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞ നാട്ടുന്നവരുട്ടോ. ഇതാണ് ഓരോരുത്തർ നമ്മുടെ ഇങ്ങനെ പറയുക, പുറത്തുനിന്നൊക്കെ നിൽക്കണ അമ്മമാരും ചേച്ചിമാരൊക്കെയാണ് കേട്ടോ. ദുബായിലൊക്കെ നിൽക്കണവർ നാട്ടിലേക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തപ്പോൾ ഇവർ മാത്രമല്ല, നമ്മൾ അയച്ചു കൊടുത്ത കുറച്ച് പേരൊക്കെ നമുക്ക് അതേപോലെ നല്ല മെസ്സേജാണ് കേട്ടോ ഇട്ടത്. നന്നായിട്ടുണ്ട്, തുടർന്ന് പോയിക്കോളൂ, സെലക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ ചില കൂട്ടുകാർ പറയും പഴയ ഓൾഡ് മോഡലാണ് പറയും, ചിലർ പറയും നന്നായിട്ടുണ്ട്. നമ്മുടെ ഈ ഫോണിൽ വെച്ചിട്ട് കാണുന്ന ഒരു കളറേ അല്ല അത് നേരിട്ട് കാണുമ്പോൾ അത് വേറൊരു കളറാണ് കേട്ടാ. നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് നമ്മൾ വെക്കുള്ളൂ. ഇതിൽ 10 രൂപ അത്ര നമ്മൾ തിരഞ്ഞെടുത്ത സാധനങ്ങളാണ്. നമ്മളിപ്പോൾ ഓരോ ഘട്ടത്തിന് ഓർഡർ ചെയ്ത് വരുന്നില്ല, നമ്മൾ നേരിട്ട് കണ്ട് തിരഞ്ഞെടുത്ത് തൊട്ട് നോക്കി തിരഞ്ഞെടുത്ത സാധനങ്ങളെ നമ്മൾ വെക്കുള്ളൂ. ഇപ്പം നമ്മുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയാം. ഇപ്പം നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ടേ ഉള്ളൂ ഇപ്പോൾ ഈ തുണിയുടെ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. എത്ര ഇടനിലക്കാർ അല്ലെങ്കിൽ എത്ര കടക്കാർ നമ്മളെ, അത് പറയാതിരിക്കാൻ പറ്റില്ല, നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പറയാം, നിങ്ങൾക്ക് തുണി ഇറക്കി തരട്ടെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നമ്മുടെ ഇവിടെ ഉള്ള ചില ആൾക്കാർ ഇറങ്ങിയപ്പോഴേക്കുള്ള ഇതാണ് കേട്ടോ. പിന്നെ ഇതും വേണ്ടേ പറയാം, ഓരോ ചില കൂട്ടുകാർ പറയും നിങ്ങൾ അവിടെ പോയിട്ട് അവരുടെ വീഡിയോ കണ്ടു, അവിടെ പോയിട്ടല്ലേ എടുത്തത്. നമ്മൾ ഇവിടെ നിന്നൊന്നും അല്ല എടുത്തിരിക്കുന്നത്, നമ്മൾ ഈ നമ്മുടെ എങ്ങനെ പറയാ കേരളത്തിൽ നിന്നേ അല്ല തുണി എടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു തുണി നമുക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന തുണിയല്ല, അത് ഒരു മോഡൽ പല ആൾക്കാർക്ക് ഉണ്ടാവും. ആ മില്ലിൽ നിന്ന് വരുന്ന തുണികൾ പലരും വാങ്ങുന്നുണ്ടാവും, അവർക്കൊക്കെ എന്ത് പറഞ്ഞിട്ടും വീഡിയോ എടുക്കുക.
നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ ഡിസൈനാണ്, നമ്മൾ ഞങ്ങള് പറഞ്ഞ് നെയ്ത്ത് ഞങ്ങള് ഉണ്ടാക്കിയിട്ടാണ്, നെയ്ത്ത് നമ്മുടെ നെയ്ത്തുശാലയിൽ നെയ്താണെന്നൊക്കെ പറയും. നമ്മുടെ നെയ്ത്തുശാല എന്താണെന്നല്ല എല്ലാവർക്കും അറിയുന്നതാണ്. അല്ല ഇനി ഞങ്ങള് വേണമെങ്കിൽ അതൊക്കെ അങ്ങനെയൊക്കെ പറയാം. നമുക്ക് ഇങ്ങനെ പറയാം, ഞങ്ങൾ നെയ്ക്കുന്നവരുടെ അടുത്ത് പോയി അവരോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്, അങ്ങനെയൊന്നും അല്ല. എന്തിനാ ഇപ്പൊ ഉള്ള കാര്യം നമ്മൾ നെയ്യുന്നിടത്ത് പോയിട്ട് തന്നെയാണ് സംഭവമൊക്കെ വാങ്ങുന്നത്. പക്ഷേ വാങ്ങിയത്. അത് ഒരിക്കലും നമ്മുടെ ഡിസൈനായിട്ടോ അല്ലെങ്കിൽ മറ്റൊരിടത്ത് കിട്ടാത്ത ഡിസൈനായിട്ടൊന്നും നമ്മൾ ഒരിക്കലും പറയില്ല. അതൊക്കെ എല്ലായിടത്തും ഉണ്ടാവാം. പക്ഷേ അത് ഉള്ളതൊക്കെ നമ്മൾ വാങ്ങുന്ന അതേ ക്വാളിറ്റിയിലാണെന്നും നമുക്കറിയില്ല. അത് നമ്മൾ ഡിസൈൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും അതിനൊന്നും നമ്മളൊന്നും പറയാൻ നിൽക്കില്ല. നമ്മൾ എടുക്കുന്നതൊന്നും ഇവിടെ നിന്നൊന്നും അല്ല എടുക്കുന്നത്. എന്റെ ഈ കളർ നെയ്റ്റി, ഈ നെയ്റ്റി ഇപ്പൊ എത്ര പേരുടെ അടുത്തുണ്ടാവും, അതെ, എത്ര ആൾക്കാരുണ്ടാക്കിയിട്ടുണ്ടാവും. ഞാനിട്ടത് എന്റെ മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇത് എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടതാണ്, എന്റെ മാത്രം സെലക്ഷൻ ആണ് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് ഓരോ ആൾക്കാർ ഓരോ ഡിസൈൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മൾ അതിനൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഇത് എന്നിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാൻ പറയാണ്, സത്യം പറയാച്ചാലേ ഒരാള് എന്തെങ്കിലും ചെയ്യുമ്പോൾ തളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും. അതല്ല, വേറെന്തൊരു കാര്യം എന്നറിയോ, നമ്മളൊരു കാര്യത്തേക്ക് ഇറങ്ങുമ്പോൾ ഹോൾസെയിൽ കടയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാരികളും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇതും ഈ കറുപ്പും അത് അവർക്ക് എടുത്ത് വെച്ചത്, കറുപ്പിന്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് എന്താ ഇത് ബിരിക്കുള്ളതല്ല, ഇത് കോഴിക്കോട്ടേക്കുള്ളത്. അല്ല, അതല്ല, അത് കോഴിക്കോടുള്ളവർക്ക്, കോഴിക്കോട് ഒരു കൂട്ടർക്ക് വെച്ചതാണ് കേട്ടോ. ഞാൻ തന്നെയാണ് അങ്ങോട്ട് മാറ്റിയത്. ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് സാധനം ചെയ്യാച്ചാലും എന്തൊരു കാര്യം, ഇപ്പോൾ ഒരു സാധാരണക്കാർ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരാൾക്കാർ എന്തെങ്കിലും ചെയ്യുന്ന ഒരു സമയം വരുമ്പോൾ ഇല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അത് നമുക്ക് ഈ ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണവർ ഒരുപാട് പേരാ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നിട്ട് പറയും, ഇത് ഇവിടെ നിന്നാണ് കേട്ടോ, ഇതിന് ഇത്ര ഇല്ല. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 280 എന്ന് എഴുതി വെച്ചത് എന്താണെന്നറിയോ? ആ സെറ്റ് മുണ്ടിന്റെയാണ് 280 എന്ന് എഴുതി വെച്ച്. അപ്പൊ അതിലേക്ക് വിലയില്ല, അതിന്റെ നീളം ഒക്കെ പറയുമല്ലോ, സൈസ് 280 കേട്ടോ, എക്സ്ട്രാ ലെങ്ത് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് എൻ്റെ അറിവിൽ പറയണേ. അപ്പൊ അങ്ങനെയാണ്. അതിൽ 280 രൂപയല്ലേ നിങ്ങൾ വീഡിയോയില് സെറ്റ് മുണ്ടിന് പറഞ്ഞിരിക്കുന്നത്? അതെ, ഈ അങ്ങനെ പറഞ്ഞു 250. ഇത് 250 പറഞ്ഞാൽ 250 എന്താന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല. ഞാനപ്പോ ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ പറയല്ലേ, ഇത് 250 ആണ് 280 ആണെന്ന് ഈ പറഞ്ഞത് ശരിയാണ്. പക്ഷെ 250 എന്ന് പറഞ്ഞത് അതിന്റെ സൈസാണെന്നുള്ളത് പറഞ്ഞില്ല. ഞാനത് ഓരോ കാര്യം പറയുമ്പോൾ പറയുന്നതാണ്. കുറെ പേര് വെച്ച്, ചേച്ചി ഇതിന് 250 അല്ലേ ചേച്ചി വീഡിയോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ 250 സൈസ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ വീഡിയോ കാണുന്നവർ എല്ലാവരും ഈ സെറ്റ് മുണ്ട് ഉപയോഗിക്കുന്നവരല്ല. അതാണ് മെയിനായിട്ട്. സെറ്റ് മുണ്ട് ഉപയോഗിക്കുന്നവരൊക്കെയാണ് ഈ 250-ഉം 280-നെ കുറിച്ചുള്ള സൈസിന് വേരിയേഷൻ അറിയൂ. അല്ലാത്ത ഒരാൾക്ക്, ഞാനിപ്പോൾ ഓടിപ്പോയിട്ട് ഒരു കടയിൽ പോയിട്ട് സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ നമുക്കത് എന്തെടുക്കേണ്ടതെന്ന് അറിയില്ല. എന്താണ് 250-ഉം 250-ഉം തമ്മിൽ വ്യത്യാസം എന്ന് അറിയില്ല. അത് 250 പറഞ്ഞു കഴിഞ്ഞാൽ വലിയവർക്ക്, തടിയുള്ളവർക്ക് അത് കുഴപ്പമില്ല. എൻ്റെ വോയിസ് കിട്ടിയാലും മതി, ഞാനിങ്ങനെ തന്നെയാണല്ലോ പറയില്ലേ. 250 എന്ന് പറയുമ്പോൾ അതങ്ങനെയാണ്. കൂടുതൽ വയസ്സായവർക്ക്, വണ്ണമുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നീളം കൂടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്നെ. അപ്പോൾ നമ്മളില്ലേ ഇവിടെ അടുത്തൊന്നും അല്ല കേട്ടോ തുണി എടുത്തിരിക്കുന്നത്. നമ്മൾ എന്തായാലും അതൊരു വീഡിയോ ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പോലെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ അതൊരു ഉപകാരം ആയിക്കോട്ടെ എന്നുള്ളത്. അപ്പം നമ്മൾ തുണി എടുക്കാൻ പോയപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു അനുഭവം പറയുകയാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ഇടനിലക്കാരുണ്ട്. നമ്മൾ നേരിട്ട് ആ ഫാക്ടറിക്ക് എത്തില്ല. ഒരുപാട് ഇടനിലക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഒന്നും അറിയാതെ പൈസ കിട്ടാൻ വേണ്ടി കുറെ ആൾക്കാർ കടന്ന് കളിക്കും. ഇപ്പോഴും നമ്മൾ അതിന്റെ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുള്ളൂ. ഫുൾ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഫുൾ ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു വെച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ നല്ല രീതിയിൽ 1000-ലൊക്കെ താഴെയിട്ട് തന്നെയായിരിക്കും നമ്മൾ ഡ്രസ്സുകൾ കൊടുക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റണ രീതിയിലുള്ള, എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്, എല്ലാവർക്കും പറ്റണ രീതിയിലുള്ള നമ്മൾ ഇപ്പോൾ അതോ കഷ്ടകാലം പിടിച്ചവൻ്റെ തലയിൽ ഇടി വെട്ടി പറഞ്ഞ പോലെയാണ്.
ഓഗസ്റ്റ് 1 മുതൽ തപോലെ കൊറിയർ ചാർജ് കൂടിയിരിക്കണു അത്രേ. ആദ്യത്തെക്കാട്ടിലും കുറച്ചും കൂടി കൂടിയെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോഴൊന്നും നമ്മളധികം എല്ലാവരും ചോദിക്കുമ്പോൾ ഇതിൽ അതുണ്ടോ ഇതുണ്ടോ ചോദിക്കുമ്പോൾ ഞങ്ങളില്ല, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഇതൊന്നൊരു ഭാഗം പോവാന്നല്ലാതെ നമ്മളധികം വാങ്ങിയിട്ടേ ഇല്ല. നമ്മൾ ചെയ്യണ കാര്യങ്ങൾ എന്തിനാ ഇപ്പോൾ നമുക്ക് അറിയാലോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റുന്ന രീതി എന്തൊക്കെയോ അതൊക്കെ നമ്മളിപ്പോൾ അതേ നോക്കുന്നുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കാനും നമ്മുടെ ഒരു ബ്രാൻഡ് വളർത്തിയെടുക്കാനാണ് ഇപ്പോൾ നോക്കുന്നത്. കുഞ്ചൂസ് ഫാഷൻ എന്നൊരു ബ്രാൻഡ് നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ലാഭം എന്ന് പറയുന്നത് ലാഭം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ലാഭമല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ ആ കൂടുതൽ ആൾക്ക് സാധനം എത്തുക എന്നല്ല, നമ്മുടെ പേരിലെ സാധനങ്ങൾ എത്തലാണ് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റിയുള്ള സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻ നോക്കിയിട്ട് കൂടുതൽ ആൾക്ക് എത്തട്ടെ, അവർ ഓർക്കട്ടെ. അങ്ങനെയാണ് ഒരു ബ്രാൻഡ് വളർത്തുന്നവർ. അങ്ങനെ അല്ലാണ്ട് എല്ലാ കൂടുതൽ ലാഭം എടുത്ത് 10 ആൾ എടുക്കേണ്ട സാധനം ഒരാളുടെ കൈക്ക് എത്തിയിട്ട് ഒരു കാര്യമില്ല. ഇത് മാത്രല്ല നമുക്ക് കുറെ നുണ പറഞ്ഞിട്ട് അതിലൊന്നും കാര്യമില്ല. ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ, എനിക്ക് സാരി നമ്മൾ പോയി കഴിഞ്ഞു വെച്ചാൽ എൻ്റെ കണ്ണിന് എന്താണോ എനിക്ക് കൗതുകം, എന്താണോ എൻ്റെ കണ്ണിന് ഇഷ്ടമാവണത് അതാണ് എനിക്ക് ഇഷ്ടമുള്ള സാരി. എൻ്റെ അഭിപ്രായം പറയുക കേട്ടോ. ഞാൻ അപ്പുറത്തുള്ളവര് ഇപ്പുറത്തുള്ളവരെ ഒന്നും ഞാൻ നോക്കാറില്ല. എല്ലാവരും ശരിക്കും എങ്ങനെ തൊഴിലെടുക്കാന്ന് അറിയോ? ഒരു സാരി അതും നമുക്കറിയാം. കുറച്ച് എണ്ണം കൂടുതൽ എടുത്തിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തിട്ട് അത് സെയിൽ ചെയ്യാണ് ചെയ്യുക. നമ്മളെന്താ ചെയ്ത് നമ്മൾ ഒരു സാരിക്ക് പകരം 15 സാരി എടുത്തിട്ട് അത് എണ്ണം കുറച്ചെടുത്തിട്ട് അത് കാരണം എന്താ വെച്ചെങ്കിൽ കൂടുതൽ എല്ലാവർക്കും ഒരേ ഇഷ്ടമല്ല, പലരുടെ പല ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ അവർക്ക് അങ്ങനെ എത്തിക്കുക. അത് നമ്മൾ തിരഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ നന്നാവും എന്ന് വിചാരിച്ചു. അതിന് നല്ല പ്രതികരണം കിട്ടുകയും ചെയ്തു. കാണിച്ചു തരാം നിങ്ങൾക്ക്. സൂര്യ കാണിച്ചു കൊടുത്ത ഒരു സാരി ഇതാണോ? അത് ഞാൻ നാളെ കാണിക്കാനുള്ള സാരിയാണ്. ഇത് മാത്രം കാണിക്കും. ഇത് നമ്മൾ ഇന്ന് റീലിട്ട സാരിയാണ് കേട്ടോ. ഇത് റീലിട്ടപ്പോൾ കാരണം ഞാൻ തന്നെ വീഡിയോ കണ്ടപ്പോൾ ഇത് ഫുള്ളും ഒരു വൈറ്റ് കളറായിട്ടാണ് തോന്നിയത്. ഗോൾഡനും വൈറ്റും കളറാണത്. കാണിച്ചു കൊടുക്കട്ടെ. കണ്ടോ ഇത് ഇതിലിങ്ങനെ ചെറിയ ലൈന് വന്നിട്ട് ഇത് കണ്ടില്ലേ, മുന്താണി പോർഷൻ ഇങ്ങനെ. പക്ഷെ ശരിക്കിത് കാണാൻ എങ്ങനെ പറയുക, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ? ഇതൊരു സാരിയാണ് കേട്ടോ. അമ്മ ഈ സാരി എങ്ങനെ ഉണ്ട്? അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ഒരമ്മ വിളിച്ചപ്പോൾ സാരിയുടെ കളർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ അമ്മ എൻ്റെ അടുത്ത് പറയണേ, നിങ്ങൾക്ക് ക്യാമറ വാങ്ങാൻ വേഗം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാമറ വാങ്ങാൻ വേഗം അനുഗ്രഹിക്കട്ടെ. ഇനി അനുഗ്രഹിക്കട്ടെ അല്ലേ? അപ്പോൾ ഇത് കേട്ടോ. ചാവടിച്ചോ ചുട്ടി കുളി കഴിഞ്ഞു വന്നതും കാണിക്ക്. ഇതൊന്ന് ഇത് പോന്നേ. മടക്കോ മടക്ക് പോന്നല്ലോ, മടക്കി തരാം. അതൊന്നും പേടിക്കണ്ട. ചേട്ടനുണ്ടല്ലോ ഇവിടെ. മടക്ക് പോന്നപ്പോഴേക്ക് ഇങ്ങനെ തൊള്ളിയിട്ടാലോ? മുണ്ട് വേഷ്ടി മുണ്ടൂലമ്മ, അങ്ങനല്ലേ പറയാ? കണ്ടോ അല്ലേ? കണ്ടോ അത് അവിടെ എടുക്കാനുള്ളതല്ല, അങ്ങനെയല്ല. അങ്ങനെ വാ. കണ്ടോ, അതിങ്ങനെ വെക്കുള്ളതാണ്. നല്ല കളറാണ് കേട്ടോ. കളർഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ. നല്ല കളർ നല്ല കളർഫുൾ ആയിട്ടുള്ള കളർ അല്ലേ? അതെ, കളർഫുൾ ആയിട്ടുള്ള കളറാണ്. മടക്കാൻ അതൊന്നും മടക്കാൻ വലിയ പണിയില്ല. അമ്മ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു? ഇത്രയല്ല സോനിയ മടക്കാൻ പണി. ഇത് പേടിക്കുള്ളതൊന്നുമില്ല കേട്ടാ. ഇഷ്ടായോ? മടക്കുമ്പോഴേക്ക് തൊള്ളിയിടും. പക്ഷെ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്താന്നറിയോ, ഇത് നൂർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞങ്ങള് ഇവിടെ പോയ സമയത്ത് ഈ തുണികൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒരു സാധനം എത്ര പോകുന്ന ഒരു സാധനം ഇങ്ങനെ തിരിക്കുന്നത്, അത് വീഡിയോ എടുക്കണം വിചാരിച്ചാൽ
പിന്നെ നമ്മൾ ഫസ്റ്റ് പോകുമ്പോൾ അവരുടെ മില്ലിൽ കയറിയിട്ട് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തില്ല. എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി വെക്കുമ്പോൾ സൂന്ന് പറയുമ്പോൾ നേരെ മടങ്ങി വന്നിക്കുക അല്ലേ. നമ്മളൊന്നും കാണാത്ത കൊണ്ടില്ലേ പുറത്തൊക്കെ പോകുമ്പോൾ. അതേപോലെ അവരുടെ അപ്പുറത്ത് എന്താ നെയ്യണ അങ്ങനെ ഇങ്ങനെ കുറച്ച് മടക്കിയിട്ട് എന്നിട്ട് അത് നേരെ ലെവലില്. പിന്നെ ഒരു സാധനം കണ്ടില്ലേ നൂലിന്റെ വലിയ റോള് അല്ലേ, വട്ടത്തിൽ അതിന്റെ അപ്പുറത്ത് അങ്ങോട്ട് പിന്നെ നമ്മൾ ചോദിക്കുകയും ചെയ്തില്ല. വലിയ കളറുകള് നമ്മൾ നമ്മളൊരു കാര്യത്തിന് പോയി ആ കാര്യത്തിൽ തലയിടാന്നല്ലാണ്ട് ആവശ്യമില്ലാത്തതിൽ തലയിട്ട് നെയ്ത്ത് കാണായിരുന്നു അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ. ഇനി അടുത്ത പോക്കിന് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ എടുത്തിട്ട് വരാം. ഇനി നമ്മൾ പോകുമ്പോ അത് കാണിച്ചു തരാം കേട്ടോ. അതേപോലെ തന്നെ ടിഷ്യൂല് ഇപ്പൊ കുറച്ചൊക്കെ പറയാൻ പഠിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഇതാ ഇതും തന്നെ ഇതാ അതെ അതെ കണ്ടോ ഏട്ടാ, സുകന്യ പറയണേ ഇത് മിക്കവാറും ഞാൻ തന്നെ എടുക്കുന്നു. കണ്ടോ, കാരണം എല്ലാവരും ചോദിക്കുന്നതാണ്. ആ അതല്ല, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രസി ഇത് കാരണം ഹൈറ്റ് ഉള്ളവർക്ക് പറ്റുമോ തടി ഉള്ളവർക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ളത്. കണ്ടോ ഞാനേ ഉണ്ട് കേട്ടോ. എന്താ നല്ല രീതിയിൽ നമ്മൾ ഇത്ര വരെ അല്ലേ എടുക്കുള്ളൂ അല്ലേ. അപ്പോൾ അതാ ഇത് ടിഷ്യൂവിൻ്റെ കണ്ടോ, ഇതൊരു കരിനീല കളറാണ് കേട്ടോ. കണ്ടില്ലേ സെറ്റ് മുണ്ടൊക്കെ അല്ലേ നേരെ ഉടുത്തു കഴിഞ്ഞാൽ എന്ത് രസമല്ലേ. എനിക്ക് സെറ്റ് സാരീനെക്കാട്ടിലും ഇഷ്ടം സെറ്റ് മുണ്ടാണ് കേട്ടോ. ഞാൻ അധികം ഉപയോഗിക്കാറും സെറ്റ് മുണ്ടാണ്. എന്താണെന്നറിയില്ല, എനിക്കത് വേഗം കൊടുക്കുക. എന്താ ഇത് അതാണല്ലോ വീതി കൂടുതൽ. ഇത് ഉടുക്കാനുള്ളതേ ഞാൻ ഇതൊന്നുകൂടെ വീതി കൂടുതൽ തോന്നുന്നു. കണ്ടോ ഇതിന്റെ കണ്ടോ. ചിലവര് അമ്മയൊക്കെ ഇവിടെ കാണാൻ ഉടുക്കണത് ഈ ഭാഗത്തേക്കാ ഉത്ത്. ഞാനൊക്കെ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഉത്ത് ഇവിടെ നിന്നിട്ട് മടക്കി വയ്ക്കും. നടുക്കിൽ വരും. അല്ല അമ്മ കുത്തുമ്പോൾ അങ്ങനെ ഉത്തുക അല്ലമ്മ, സൈഡിക്ക കുത്തുക. ഞാൻ കുത്തുമ്പോൾ ഇങ്ങനെ ചെയ്യും. അപ്പോൾ കുത്തുമ്പോൾ കേട്ടോ. ഇതും സെൻട്രലാണോ? അപ്പൊ നടുക്കിലല്ലേ? ഇതാ ഏതെങ്കിലും ഉറപ്പിച്ച് പറ. ഇതും കണ്ടോ കാണാന് ഒരു ടിഷ്യൂവിന്റെ ഇത് കണ്ടില്ലേ. നമ്മുടെ ഈ ഫോണിൽ ഇത് കാണുന്നുണ്ട് കേട്ടോ, സ്വർണ്ണ കളർ. പോരെ ഫോണിന്റെ പ്രശ്നം. ഫോണുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പറ്റുമെന്ന്. ഫോണിനൊരു പരിധി, ഫോണിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടേ ഞാനില്ലേ കുറച്ചൊന്നത് പുളിയില കരമുണ്ട്. പുളിയില കരമുണ്ട് കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തെറ്റുപോട്ടോ. അത് ശരിയായി. എന്താണ്ടോ ഇത് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. എന്താ കാരണം ഇതാണ് ആള് കുറേ കൂട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ പിന്നെ വാത്സല്യത്തിലൊക്കെ കണ്ടോ ഗീത ഉടുത്തിരുന്നതൊക്കെ ഇങ്ങനത്തെയാണ്. അപ്പോൾ ഞാനിത് ആദ്യം പറയുന്നു കേട്ടോ. എന്താണെന്നറിയോ, നമുക്ക് തിരുവോണം ദിവസമൊക്കെ ഇങ്ങനത്തെ ഉടുത്തിട്ട് ചോറും കൂട്ടാനൊക്കെ വെക്കാം അടുപ്പില്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റാലോ അല്ലേ? അല്ല ആദ്യമൊക്കെ അങ്ങനെ തന്നെ വരും. അമ്മ കോടി കൊടുത്തിട്ടല്ലേ സദ്യ ഉണ്ടാക്കുക. സദ്യ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് അല്ലേ? സദ്യ ഉണ്ടാക്കലോടെ ആ കോടി പണി അടുക്കള പണി കഴിവയ്ക്കും അല്ലേ. ഇതിങ്ങനെ നൈറ്റ് ഇട്ടാ തന്നെ നൈറ്റ് രണ്ട് സൈഡും തുടച്ചിട്ട് ഫുള്ള് ചളിയായിരുന്നു. അത് മാത്രല്ല ഇങ്ങനെ ഇത് സെറ്റ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെയല്ല കേട്ടോ കൊടുക്കുക. ഇങ്ങനെ രണ്ട് ഭാഗമായിട്ടൊക്കെ ടീച്ചർമാരൊക്കെ കൊടുക്കില്ല. എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. പൊതുവെ എനിക്ക് ഈ മുണ്ട് ഇത് വരില്ലേ, അതിങ്ങനെ രണ്ട് മടക്കാക്കിട്ടില്ല ഏട്ടാ. അങ്ങനെ നല്ല രസാണത്. എപ്പോഴും ഇതിനുള്ള ഒരു ട്രെൻഡിങ് അല്ലേ, അത് പോവില്ല അല്ലേ. സിനിമാ പാട്ടന്നില്ലേ അത്? എന്ത് കുളിയിലക്കരയോലും പുടവ ചുറ്റി കുളി ചന്ദനത്തോടു കുറിച്ചാത്തി.
സതിയേട്ടൻ പാട്ട് കേട്ടിട്ടാണ് വയ്യ. എത്ര നല്ല പാട്ടുകളിലാണ്. അപ്പൊ അത് നിസ്സാര സാധനങ്ങളല്ല. ഇതാ പിന്നെ ഇത് കണ്ടോ, ഇത് റീസ്റ്റോക്ക് കയറിയത് ഇനി എത്ര ഉണ്ട്? റീസ്റ്റോക്ക് ചെയ്തിട്ട് ഇനി ആകെ 4 പീസേലോട്ട്. അത് എന്താ കാരണം ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമായ ഒരു സാധനമാണ്. ഇതിൻ്റെ ഇതാണ്ടോ കളർ കണ്ടോ, പ്യുർ കോട്ടൺ ആണ് കേട്ടോ. വിത്ത് ബ്ലൗസ് വരുന്നതാണ് ഇതിപ്പോൾ ആദ്യം നമ്മൾ കൊണ്ടുവന്നത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെയാണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റോക്കാണ്. ഓരോ മൈലിലും ഓരോ രൂപയാണ് കേട്ടോ. ഇതായിരിക്കില്ല വേറെ ഉള്ളത്. അപ്പം അങ്ങനെ ഇത് ഒന്നും കൂടി കണ്ടോ, ഇതൊക്കെ നമ്മുടെ നല്ല ഫിനിഷിങ് വർക്കാണ്. ഇഷ്ടപ്പെടുന്നേ ഇത് കാണുമ്പോഴേക്കും ഇഷ്ടാവുണ്ട് അല്ലേ. ഇതുണ്ടോ ചോദിക്കും. ഇതിൻ്റെ ഇനി 4 പീസും കൂടി ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കഴിഞ്ഞു. വായോ, നന്നായിട്ടുണ്ട്. വാ കുട്ടി, വാടി അമ്മു, വായോ. അമ്മുട്ടി എപ്പോഴും മൊട്ടിട്ടിട്ട് മിടുക്കി കാണിക്ക്. നന്നായിട്ടുണ്ട്. ചാച്ചന് കാണിച്ചു കൊടുത്ത്. ഇങ്ങോട്ട് വാമു നോക്കട്ടെ. അവളുടെ വാ അങ്ങോട്ട് വാ നോക്കട്ടെ. ഇതാണ്ടോ, കണ്ടോ, നന്നായിട്ടുണ്ട് അല്ലേ. എനിക്ക് വയ്യ. ഇനി ഇവളില്ലേ അമ്മ ഉടുത്തമ്മോ സാരി. അമ്മ സാരി ഉടുക്കുമ്പോ ഞാൻ പറഞ്ഞ സാരി ഉടുത്താൻ മുട്ടി. അത് നല്ല ഒതുങ്ങി കിടക്കും. അമ്മ പറയണേ എത്ര മണിക്ക് നേരത്തെ. അതല്ല അമ്മു സാരി ഉടുക്കണം പറഞ്ഞല്ലേ, ആ സാരി കാണിച്ചു തരാം കേട്ടോ. മുട്ടിക്ക് ഈ സാരി ഉടുത്താ ഈ സാരി കണ്ടോ, ഫുൾ ഇതിന് നല്ല വർക്കുള്ള ബ്ലൗസും കൂടി ആയി കഴിഞ്ഞു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവും. ഇതിൽ വിത്ത് ബ്ലൗസ് വരുന്നതാട്ടോ, പക്ഷെ വർക്കുള്ള ബ്ലൗസാണ്. ഇതാണ് പറഞ്ഞ വെച്ചാൽ എന്താ പറയുക, അമ്മൂട്ടിക്കൊക്കെ ഉടുക്കുമ്പോൾ ഒതുങ്ങി കടന്നോളും, എവിടേക്കും പോണ്ട. അത് പ്ലെയിൻ അല്ലേ? എയർപ്ലെയിനോ? അവളെ ഇഷ്ടമാണ് പറഞ്ഞത് വാങ്ങിയത്. പിന്നെ ദിക്കണ്ട് പറ്റില്ല അറിയാണ്. അല്ല ആ മെറൂണ് നമ്മൾ ചുരിദാറിന്റെ സ്റ്റോക്ക് കൊണ്ടുവന്നത് ഇതന്നെ. ഞാൻ അമ്മൂനോട് പറഞ്ഞേ, അമ്മക്കുട്ടി ഇതിട്ടൂടെ, നിനക്ക് ഇതിട്ടൂടെന്ന് ചോദിച്ചേ. ഇതിന് പറ്റിയ സംഭവം. ഇതല്ല അവളുടെ സീസണിൽ ഉണ്ടാവേലേ ഉണ്ടേ. സുഗന്യ എന്താ അത്? ഇത് സുഗന്യയുടെ അളവ് കറക്റ്റ് ആണല്ലോ. അമ്മൂനല്ല, അത് സുഗന്യയുടെ അളവ് കറക്റ്റാ. അതിന് ഇതുണ്ട്, ഇത് മീഡിയം ആണ്. ഇനി ഇതിന് ചെറുതുണ്ട്. ഇത് M ആണ്. ഇതിന് ചെറുതുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് എടുത്തു കേട്ടോ. രണ്ടാമത്തേത് കാരണം എന്താ ഓണത്തിന്. പക്ഷെ കുറെ കൂട്ടുകാർ ഷാൾ ഉള്ളത് വേണം പറഞ്ഞിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് പാൻറ്റും ഷാളും ഉള്ളത് എടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോഴത്തെ ഡിസൈൻ, ഓരോ ഡിസൈനിനനുസരിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പോഴേ നമുക്കിനി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാണ്ട് കേട്ടോ. നമ്മുടെ വിശേഷം നിർത്തുകയാണ്. ഓരോന്ന് കുറച്ചിങ്ങനെ അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ട്. അടുക്കി പെറുക്കി വെക്കട്ടെ അല്ലേ? അടുക്കി പെറുക്കി വെക്കാനൊന്നല്ല, ഓർഡറിൽ ഒന്ന് കുറേ എണ്ണത്തിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാണ്ട്. അപ്പോൾ ഒന്നാമത് സമയക്കുറവാണ് മെയിനായിട്ടുള്ള പ്രശ്നം. എല്ലാറ്റിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ദാസ എന്ന് പറയുന്ന പോലെ ദാസം വന്നിട്ടില്ല. ഇത് നല്ല തുണിയാ കണ്ടമ്മ. നല്ല അല്ലേ, നല്ല തുണിയാട്ടോ അത്. എന്താ കാരണം പിന്നെ ഇതൊക്കെ കണ്ടോ, വർക്കൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ്. കാരണം ചില കാണാൻ സിമ്പിളായിട്ട്, സിമ്പിൾ ആൻഡ് അമ്പിൾ എന്ന് പറയില്ലേ,
അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തട്ടെ. ഉം. അപ്പോൾ നാളെ കാണാം കേട്ടോ.